രമ്യനെ പറ്റിക്കാൻ കൊണ്ടുപോകാൻ എന്താ സാധനം രമ്യ പറയണം. വിളിച്ചോ ഇല്ലല്ല. എന്നിട്ട് അപ്പൊ ഈ വറുത്ത് നീ കറുത്താൽ എന്നെ ആർക്കും വേണ്ട. എന്റെ കെട്ടിയോനും മതിയെ കറുത്താലും കുഴപ്പമൊന്നും. അതിന് 5000 ഇത്ര സബ്സ്ക്രൈബർ ഉള്ളതാട്ടോ. ഈ കറുത്ത എന്നെ കെട്ടിയോനൊന്നും പറയില്ല. എന്റെ ഡാൻസ് ഇതെന്താ സാധനമൊക്കെ നിങ്ങൾ പറയാം. നിങ്ങൾക്ക് പറയാൻ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പറയും. ഞാൻ ഇപ്പൊ പറഞ്ഞേരേ. പറയും. ഇത് ഇഞ്ചിക്കറി അല്ലേ? മാങ്ങാഞ്ചി നല്ല രസം. എന്താക്കിയാ ഒക്കെ പിന്നെ പറയാം. ഇതേ ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ലേ ഒച്ചൂടെ വന്നത്. കഴിഞ്ഞ ഇന്നലെ ഞാൻ ഓർത്തില്ല. നല്ല രസമുണ്ട്. ഞാൻ കെട്ടിയാരോട് രുചി നോക്കാൻ പറയും. എന്താന്ന് മാങ്ങാഞ്ചി അല്ലേ? ആണമ്മേ. എന്നെ കെട്ടിയോൻ പറയട്ടെ ഞാൻ എന്താ സാധനം. ഞാൻ തോറ്റ്. തോറ്റ്. നീ കെട്ടിയോൻ പറയട്ടെ. പപ്പട പഴ ഈ തെരഞ്ഞെടുക്കൂല. അത് ഈ അതാരും കൂട്ടിയിട്ടില്ല. കുടു ഒന്ന് കൂട്ടി വെക്ക്. കുടു പറയും. നല്ലത് ഇഞ്ചിയാണ്. ഇഞ്ചിയാണ്. എന്താ അമ്മ ഇനി എന്റെ കെട്ടിയനോട് ചോദിക്കി എന്താ സാധനം ഒന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു. നല്ല മൂഡിലാണോ? മനുഷ്യന്മാര് കാണുമ്പോ എന്റെ ഫോൺ എടുക്കലും ഇതെന്താ എനിക്ക് മനസ്സിലാവും. ഞാളെ പോയി ചോദിക്കി നോക്ക്. ചെറുത് വന്നാണ്ടോ നിങ്ങളെല്ലാരും? അച്ഛനും കുട്ടിയും കൂടെ ഒക്കെ ചോറ് കൂട്ടിക്കോളിട്ടോ. ചിലിമ്പിപ്പുളി. ചിലിമ്പിപ്പുളി ഇങ്ങനെ ആവല എങ്ങനെയാ? തിരുമ്പിപ്പുളി അച്ചാർ. ഈ സാധനം എന്താ? മണ്ണിന്റെ ഒരു നീണ്ട കിഴങ്ങില്ലേ മണ്ണിന്റെ അടി പോണ വെള്ള കളറിലെ മാങ്ങഞ്ചിന്നാ പറഞ്ഞു വരുന്നത്. അല്ല, വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഉണ്ട്. ഈ സാധനം എന്താ എനിക്ക് മനസ്സിലാവില്ലല്ലോ അമ്മ. തിന്ന് തീർന്നാലും മനസ്സിലാവൂല. ഇതില് പോയില്ലേ? ഞാന് കിട്ടു തരുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ രുചി പറയണ്ട. ആ സാധനം എന്താ എന്നോട് ഇങ്ങോട്ട് പറയും. ഞാൻ തരും. എന്നെ കാണരുത്. ഞങ്ങൾക്ക് ഒരു കുപ്പി അച്ചാർ ആണ്. എന്നെ കാണാൻ ഇട്ടിട്ട് എനിക്ക് തന്നെ ഒരു കുപ്പി തരും. ഇതൊക്കെ പിടിച്ചല്ലോ. തെളിവാണേ. കൂടും അതാ പിന്നെ വരുന്നത്. ഞാനിത് കല്യാണപ്പുരയിൽ അടയും പടിയാണ് ഞങ്ങൾ ഇഷ്ടം പോലെ ഇടുന്നതാ. ഇപ്പൊ ഞാൻ ഒരു അച്ചാറിലേക്കും പോവില്ല. അമ്മ ഇത് എന്താ സാധനം? നീ പോയി കൊണ്ടു കൊടുക്കാൻ എന്റെ കെട്ടിയനോട് തോറ്റിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളി. എനിക്കിത് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞിട്ട് ഞാൻ തോറ്റു എന്നാ പറയുന്നത്. ഇത് നിന്നിട്ട് പറയും ഇത് എന്താ സാധനം. എനിക്ക് ഞാൻ പറഞ്ഞൊക്കെ തെറ്റാന്ന് പറഞ്ഞു. കുടു പിന്നെ പിന്നെ വാങ്ങിച്ചിരുന്നു. കുടു ഇഷ്ടായി. എന്താ വേരാ? ശതാവരിയാ? എനിക്കറിയില്ല. ആണ് ശതാവരി. എനിക്കത് പറയാൻ കിട്ടില്ല. ഞാൻ കിഴങ്ങ് മണ്ണിന്റെ അടിയിലേക്കുള്ള പേര് കിട്ടിയില്ലേ. ആണോ ചോദിച്ചോക്കാല്ലേ? അതാ കണ്ട ആരാ ജയിച്ചത് നോക്കട്ടെ നമുക്ക്. ചേട്ടാ ഉത്തരം പറഞ്ഞു. നമ്മൾ താഴത്ത് പോയി അമ്മേനോട് ചോദിച്ചോക്കെ. ആണോ ഉറപ്പാ? ചേട്ടാ ശതാവരി എന്നാട്ടോ പറഞ്ഞ. നമ്മള് പോയി നോക്കാം. അമ്മേനോട് ചോദിച്ചോക്കട്ടെ. ഇന്നിതായിട്ട് കൊണ്ടുവരുന്നത് നമുക്ക് തിന്നവിടെ നോട്ടെ. ഇവിടെക്കട്ടെ. അതും അല്ല. തോറ്റു തോറ്റു തോറ്റു. ശതാവരി അല്ല. എന്നാ ഞങ്ങള് തോറ്റു. കപ്പയാ? തോറ്റു. ഞങ്ങൾ രണ്ടാളും തോറ്റു അല്ലേ? പിന്നെ തോറ്റോ? തോറ്റെന്ന്. ഞാൻ എന്തായാലും തോറ്റ്. ഭഗവാനെ ചേനയോ? ചേന
അച്ചാറിട്ടപ്പോ അത് എന്തോ ഒരു രസം. ചേന അറിയുന്നല്ലേ? ഞാൻ കൊറേ പഠിച്ച പണിയൊക്കെ നോക്കി അറിയില്ലേ? നല്ല രസമുണ്ട് കുടു. പിന്നെ അതാ ആൾക്കാരെ പോയി തിന്നിട്ട് വരുന്നേ. നല്ല രസമുണ്ട്. അതാണ്ടാ മനസ്സിലാവാത്തല്ലേ. അപ്പൊ ഞങ്ങള് തോറ്റ്. താത്തമ്മേനെ ഉത്തരം പറഞ്ഞു. ചേനേന്റെ അച്ചാർ അടിപൊളി, സൂപ്പർ ടേസ്റ്റ് കിട്ടോ. കുടു അതാ വെറുതെ വാരി തിന്നു നടക്കുന്നു. അച്ചമ്മ തന്നെ ജയിച്ചു. ഞങ്ങൾക്ക് അച്ചാർ ഇടണ ഒന്ന് പിടിച്ചു ആണല്ലേ. ഇത് പച്ചയാ? ഒന്നും അറിയുന്നില്ലല്ലോ.